നാളെ തെരഞ്ഞെടുപ്പാണ്, ഒരു കാര്യം പെട്ടെന്ന് പറഞ്ഞിട്ട് പോകാമെന്ന് വിചാരിച്ചു. നമ്മൾ പലരും ഈ ഇലക്ഷൻ എടുക്കുന്ന സമയത്ത് പറയുന്ന ഒരു കാര്യമാണ്, ഞാൻ ആളെ നോക്കിയാണ് വോട്ട് ചെയ്യുന്നത്, പാർട്ടിയെ നോക്കിയല്ല. കേൾക്കുമ്പോൾ നല്ലൊരു കാര്യമായിട്ട് തോന്നും അല്ലേ? പക്ഷേ ഇതിന് പിന്നിൽ വലിയൊരു നിയമക്കുരുക്കുണ്ട്. അത് നിങ്ങൾ അറിഞ്ഞില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വോട്ട് പാഴാവാൻ സാധ്യതയുണ്ട്. നിങ്ങൾ ഒരാളുടെ നന്മയും സ്വഭാവവും ഒക്കെ കണ്ട് നാളെ അയാളെ പാർലമെന്റിലോ അസംബ്ലിയിലോ ഒക്കെ വോട്ട് ചെയ്ത് വിജയിപ്പിച്ച് എത്തിച്ചു എന്ന് വിചാരിക്കും. പക്ഷെ അവിടെ ചെന്ന് കഴിഞ്ഞാൽ അയാൾക്ക് അയാളുടെ സ്വന്തം ഇഷ്ടപ്രകാരത്തിന് വോട്ട് ചെയ്യാൻ സാധിക്കില്ല. അവിടെയാണ് നമ്മുടെ ഭരണഘടനയിലെ 10th ഷെഡ്യൂൾ അഥവാ ആന്റി ഡിഫെക്ഷൻ ലോ വരുന്നത്. ഈ സഭയ്ക്കുള്ളിൽ പാർട്ടിയുടെ ലീഡർ എവിടെ വോട്ട് ചെയ്യാൻ പറയുന്നുവോ അവിടെ മാത്രമേ നിങ്ങൾ ഈ വിജയിപ്പിച്ച് വിട്ട ആൾക്ക് വോട്ട് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അതായത് സഭയ്ക്കുള്ളിൽ അയാൾക്ക് സ്വന്തം നിലപാടല്ല, പാർട്ടിയുടെ നിലപാടാണുള്ളത്. ഇനി നമ്മൾ ഈ ജയിപ്പിച്ചു വിട്ട ആൾക്ക് പാർട്ടിയുടെ നിലപാട് ഇഷ്ടപ്പെട്ടില്ല എന്ന് വിചാരിക്കുക. അയാൾ പാർട്ടിക്കെതിരെ വോട്ട് ചെയ്താൽ എന്ത് സംഭവിക്കും? ആ നിമിഷം അയാളുടെ മെമ്പർ സ്ഥാനം തെറിക്കും. അവിടെയാണ് വിപ്പ് വരുന്നത്. അയാൾക്ക് ആ കസേരയിൽ ഇരിക്കണം എന്നുണ്ടെങ്കിൽ പാർട്ടി പറഞ്ഞത് അനുസരിച്ചേ മതിയാകൂ. വ്യക്തി എത്ര നല്ലവനാണെങ്കിലും സഭയ്ക്കുള്ളിൽ അയാൾ ഒരു പാർട്ടി മെഷീൻ മാത്രമാണ്. അപ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കുക, വോട്ട് ചെയ്യുമ്പോൾ വ്യക്തിയെ മാത്രം നോക്കിയാൽ പോരാ, ആ വ്യക്തി പ്രതിനിധീകരിക്കുന്ന പാർട്ടിയുടെ നയങ്ങളെയും തീരുമാനങ്ങളെയും കൂടി പരിഗണിക്കുക. കാരണം നിങ്ങൾ ശരിക്കും വോട്ട് ചെയ്യുന്നത് ആ വ്യക്തിക്കല്ല, ആ പാർട്ടിയുടെ തീരുമാനങ്ങൾക്കാണ്. അതുകൊണ്ട് നിങ്ങളുടെ ഒരു വോട്ട് പോലും പാഴാകാതെ യുക്തിപൂർവ്വം വോട്ട് ചെയ്യുക.